നല്ല കടുത്ത പോരാട്ടമായിരുന്നു. കോൺഗ്രസ്സുകാർ പൈസവും അതും കൊടുത്ത് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ പരിപാടി ചെയ്തു. ജനങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിജയിച്ചു. ഇത്തവണ 13-ാം വാർഡിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. അവിടെ വിജയിച്ചത് LDF സ്ഥാനാർത്ഥി സന്തോഷാണ്. എങ്ങനെയുണ്ടായിരുന്നു വിജയം? വിജയം നല്ല വിജയമാണ്. നമ്മൾ നോക്കിയതാണ്. നല്ല വിജയം കിട്ടുന്ന ഒരു അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിജയിച്ചു. മുൻപ് മെമ്പറായിരുന്നു അല്ലേ? ഇത് 2ാം തവണയാണ്. ഇതിക്ക് മുമ്പ് ലക്ഷ്മി 15-ാം വാർഡിലെ ഇതിക്ക് മുമ്പ് എൻ്റെ ഭാര്യ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെമ്പറായിരുന്നു. ഇപ്പോഴും ഈ ഷോൺമല 13-ാം വാർഡിൽ ഞങ്ങളുടെ പാർട്ടി സീറ്റ് കൊടുത്തായിരുന്നു. അതിൽ സീറ്റിലേക്ക് നിന്ന് വിജയിച്ചു. കനത്ത പോരാട്ടമായിരുന്നു. നല്ല കടുത്ത പോരാട്ടമായിരുന്നു. കോൺഗ്രസ്സുകാർ പൈസവും അതും കൊടുത്ത് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ പരിപാടി ചെയ്തു. ജനങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിജയിച്ചു. ഇനി എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഏത് സാധനമായാലും ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഉറപ്പായിട്ട് കൊടുക്കും. 10 കൊല്ലമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതാണ് ചെയ്യാൻ പോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം എത്തിക്കും. വികസനം ഇപ്പൊ പഞ്ചായത്തിൽ ഇപ്പം ഈ 2025-26 എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി മാർച്ച് കഴിഞ്ഞിട്ടാണ് പുതിയ വികസനം വരാൻ പോകുന്നത്. ആ വികസനം എല്ലാം കൊണ്ട് ആൾക്കാർക്ക് എത്തിക്കാനുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും പാർട്ടി നോക്കാതെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണോ? സന്തോഷമാണ്. ഈ 3ാമത് പ്രാവശ്യം ആയതുകൊണ്ട് വലിയ സന്തോഷമാണ്. നല്ല സന്തോഷം. ആദ്യ ഭാര്യ ജയിച്ചു, 2ാമത് ജയിച്ചു. 2ാം തവണയും ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ 2ാം തവണയും മെമ്പറായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സന്തോഷമുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.